എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ പോവാനുള്ളവരാണ്. അല്ലാഹുവിന്റെ വിളിയാളം വന്നാൽ മരിക്കാനുള്ളവരാണ്. ഞാൻ ഓർത്തു പോവുകയാണ് ഒരു സംഭവം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി, ഒരു ഉമ്മയും ഒരു സഹോദരിയും വന്നിട്ട് പറയുകയാ, ഉസ്താദേ ഇവള് കല്യാണത്തിന് റെഡിയാവണം, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയുന്നു. അവരുടെ മോളെ കാട്ടിയിട്ടാ പറയുന്നത്. ഒരു മകനുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, മോളെ കുറിച്ചാ പറയുന്നത്, ഉസ്താദേ ഇവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു, ഇവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു. 3 ദിവസം വെച്ചിട്ടാ കല്യാണം നടത്തിയത്. നല്ല സൗകര്യമുള്ള, നല്ല തറവാടിത്തമുള്ള ഒരു കുടുംബത്തിലേക്കായിരുന്നു ഇവരുടെ കല്യാണം കഴിച്ചിറക്കിയത്. മൊബൈലിന്റെ കച്ചവടമായിരുന്നു ഗൾഫില്. അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി. 2-3 കൊല്ലം അവർ സുഖമായി സന്തോഷത്തോടുകൂടെ ഗൾഫിൽ താമസിച്ചു. ആ സമയത്ത് ഗർഭമായി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുമ്പോൾ ഭർത്താവിനൊരു വയറുവേദന വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരന് അതാ വയറ്റിന്റെ ഉള്ളില്, ആമാശയത്തിന്റെ ഉള്ളില് വയറുവേദന വരുന്നു. സഹിക്കാൻ കഴിയാത്ത വയറുവേദന. എല്ലാ ഹോസ്പിറ്റലിലും കാണിക്കുന്നു. അവസാനം ഗൾഫിലുള്ള ഡോക്ടർമാര് വിധി പറയുകയാ, ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് അവസാനിച്ചു, നാട്ടിലേക്ക് പോവണം, നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണണം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരികയാണ്. കൂടെ പെണ്ണുണ്ട്, പെണ്ണ് ഗർഭിണിയാണ്. 2 നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഓരോരോ ഡോക്ടർമാരുടെ മുമ്പിലേക്കും പോവുകയാണ്. സമ്പത്തെല്ലാം ഡോക്ടർമാരുടെ മുമ്പിലാണ്. എല്ലാ രാവിലെ നേരം വെളുത്താൽ പരിശോധനയാണ്. ഡോക്ടർമാരുടെ മുമ്പിലേക്ക് കയറി പോവുകയാണ്. അവസാനം പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വിധി പറയുന്നു, ആമാശയത്തിൽ ക്യാൻസറാ. എല്ലാ ഭക്ഷണങ്ങളും, കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഛർദ്ദിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത അപകടത്തിലാണ്. ഭാര്യ ഗർഭിണിയാണ്. മാസങ്ങളോളം 9 മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാം വല്ലാത്ത സന്തോഷമുള്ള ജീവിതമായിരുന്നു, വല്ലാത്ത ആനന്ദമുള്ള ജീവിതമായിരുന്നു. ഒരു കട്ടിലിലാ ഭർത്താവ് കിടക്കുകയാണ്. ആ സമയത്തതാ ഭർത്താവ് ഭാര്യയെ വിളിച്ചുകൊണ്ട് വല്ലാത്ത രഹസ്യം പറയുന്നു. ഉമ്മമാരെ, രഹസ്യം എന്താണെന്നറിയുമോ? ആ രഹസ്യമാണ് നമ്മളെ കണ്ണുനീര് വാർക്കുന്ന രഹസ്യം. വല്ലാത്ത രോഗമായി പ്രയാസപ്പെട്ട് കിടക്കുന്ന ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തന്റെ ഭാര്യയോട് പറയുന്നു, എന്റെ ഉമ്മ ശ്രദ്ധിക്കണേ. ഭാര്യയോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? അതാ കൈ പിടിച്ചിട്ട്, കൈകോർത്ത് പിടിച്ചിട്ട് പറയുന്നു, മോളെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു നമ്മുടെ ജീവിതം, വല്ലാത്ത റാഹത്തിലായിരുന്നു നമ്മുടെ ജീവിതം. അല്ലാഹുവിന്റെ ഖളാ ആണ് മോളെ, പടച്ച റബ്ബിന്റെ വിധിയാണ് മോളെ. എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, എൻ്റെ രക്തത്തിൽ പിറന്ന കുട്ടിയൊന്ന് കണ്ടിട്ട് മരിക്കാൻ. ആ സമയത്ത് പെണ്ണ് കണ്ണുനീരൊലിപ്പിച്ച് ചോദിക്കുന്നു, ഭർത്താവേ ഞാനെന്ത് ചെയ്യണം, ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആ ഭർത്താവ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരാ, മരണത്തിന്റെ കട്ടിലിൽ കിടന്നിട്ട് കണ്ണുനീര് വാർത്തിട്ട് ആ ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഭാര്യ ഇത് സുഖമായി പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ണടച്ചു പോകും, ഞാൻ മരിച്ചു പോകും. കാരണം എൻ്റെ ശരീരത്തിലേക്ക് മരുന്ന് പോലും പിടിക്കുന്നില്ല, ഡോക്ടർമാര് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടി എനിക്കൊന്ന് കാണാൻ കൊതിയുണ്ട് മോളെ. നീ സമ്മതിക്കുകയാണെങ്കിൽ ഈ കാക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണേ എന്ന്
വല്ലാതെ കണ്ണുനീരൊലിപ്പിച്ച് പറയുമ്പോൾ അതാ ഭാര്യ തയ്യാറാവുകയാണ്. സുഖമായ സന്തോഷത്തോടുകൂടുള്ള ജീവിതമല്ലായിരുന്നോ? ആ സമയത്ത് ഭർത്താവിന് വേണ്ടി ഭാര്യ തയ്യാറാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷത്തിന് വേണ്ടി ഹാജരാവുകയാണ്, ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഓപ്പറേഷൻ വാർഡിൽ പോവുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ ഇപ്പുറത്തെ റൂമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കണ്ണുകൊണ്ട് കാണാൻ, രക്തത്തിൽ പിറന്ന കുട്ടിയെ കാണാൻ തൻ്റെ ഭാര്യ ഓപ്പറേഷനിലേക്ക് പോയിട്ടുണ്ട്, ഓപ്പറേഷൻ വാർഡിലേക്ക് പോയിട്ടുണ്ട്. ആ കുട്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടുതരുമെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഭാര്യ ഓപ്പറേഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭർത്താവ് മരണപ്പെടുകയാണ്. ഭർത്താവ് കണ്ണടക്കുകയാണ്. കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഭർത്താവിന് കാണാൻ കഴിയുന്നില്ല. സുന്ദരനായ ഉപ്പയെപ്പോലുള്ള മുഖമുള്ള ആ പിഞ്ചോമന പൈതലിനെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ ഉപ്പ മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 മണിക്കൂർ കഴിഞ്ഞ് ഭാര്യ പുറത്തേക്ക് വരുമ്പോൾ ഭാര്യ ചോദിക്കുന്നത്, എന്തേ നിങ്ങൾ ഇക്കാനെ കൊണ്ടുവരാത്തത്? ഇക്കാക്ക് കുട്ടിയെ കാണിച്ചോ എന്ന് പറയുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയുന്നു. ഇക്കാക്ക് വേണ്ടിയിട്ടാ ഞാൻ വേദന സഹിച്ചത്, എൻ്റെ ഇക്കവിടെ, എൻ്റെ ഇക്കവിടെ. ആ സമയത്ത് ആളുകൾ പറഞ്ഞൊപ്പിച്ചു, നിന്റെ ഇക്ക അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയി മോളെ. ആ സമയത്തതാ പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, എൻ്റെ കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു. കുട്ടിയെ കൊടുക്കുകയാ. ആ കുട്ടിയുമായിട്ട് ഇക്കാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുന്തിയിട്ട് ഇക്കായുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇക്കാനെ കഥാ പൊതിഞ്ഞിരിക്കുകയാണ്, വെള്ളയാൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഇക്കാൻ്റെ കയ്യിലിട്ട് ഇക്കാൻ്റെ കൈയെടുത്തിട്ട് ആ പുടവയിൽ നിന്ന് ഇക്കാൻ്റെ കൈ പുറത്തേക്ക് വെച്ചിട്ട് ആ ചോര പൈതലിനെ ഇക്കാൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇക്കാൻ്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് പൊട്ടിക്കരയുന്നു. ഇക്കാ, നിങ്ങൾ പോയോ? നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുട്ടിയെ കാണാൻ കൊതിയില്ല ഇക്കാ. പരിസരം മറന്നുപോയി, പരിസരം മറന്നുപോയി പൊട്ടിക്കരയുകയാണ് ആ പെണ്ണ്. എല്ലാവരും ക്ഷമിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എപ്പോഴാ മനുഷ്യൻ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അല്ലാ പടച്ച റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി മുഅ്മിനായി കണ്ണടക്കുന്നവരിൽ അല്ലാ ഞങ്ങളെ പെടുത്തണം.